ദേവദൂതൻ എന്ന മോഹൻലാലിന്റെ സിനിമ വീണ്ടും റീ റിലീസിന് ഒരുങ്ങുമ്പോൾ ഇതിന്റെ ട്രെയിലർ ലോഞ്ചിനും ചിത്രത്തിന്റെ റിലീസിനുമൊക്കെ വേണ്ടി നടന്ന പ്രസ് മീറ്റിൽ മോഹൻലാലും സിബി മലയിലും ഒക്കെ ഒരുമിച്ചെത്തിയിരുന്നു. സിബി മലയിലിനും മോഹൻലാലിനും ഒപ്പമുള്ള ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി. അതിനുശേഷം ഇവർ രണ്ടുപേരുടെയും ഒത്തുചേരൽ പല പുതിയ സിനിമകൾക്കും വഴിവെക്കുമോ എന്നതാണ് പിന്നീട് വലിയ രീതിയിൽ ചർച്ചയായത്. കാരണം ഈ ടീം ഒന്നിച്ചപ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് ഒരു പിടി ഗംഭീര ചിത്രങ്ങളാണ്. അതുപോലെ ഒരു രണ്ടാം വരവിന് സാധ്യതയുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ മോഹൻലാലിനെ വെച്ചൊരു സിനിമ ഒരുക്കാനിരുന്നതാണ് സിബി മലയിൽ. പക്ഷേ എന്തുകൊണ്ടോ അത് നടന്നില്ല. വീണ്ടും അത് പൊടിതട്ടിയെടുക്കുകയാണോ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച. പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ സിനിമകൾക്ക് രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും ഉണ്ടാകുന്നതും പ്രേക്ഷകരുടെ ഇഷ്ട കഥാപാത്രങ്ങൾക്ക് തുടർച്ച ഉണ്ടാകുന്നതും ഇപ്പോൾ പതിവാണ്. ദശരഥത്തിന്റെ രണ്ടാം ഭാഗത്തിനായി ആലോചിച്ചിരുന്നതായും തിരക്കഥയും റെഡിയായിരുന്നു എന്നും സിബി മലയിൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. മോഹൻലാലിലേക്ക് ഈ പ്രോജക്റ്റുമായി റീച്ച് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നും അഭിമുഖത്തിൽ സിബി മലയിൽ പറഞ്ഞിരുന്നു. തിരക്കുകളും സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും മോഹൻലാലിനോട് നേരിട്ട് കഥ പറയാനുള്ള സാഹചര്യം നിലവിലുള്ളതെന്ന്, അതിനാൽ രണ്ടാം ഭാഗം ഏറെക്കുറെ അസാധ്യമായി കഴിഞ്ഞിരിക്കുന്നുവെന്നും അന്ന് സിബി പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ദേവദൂതൻ റീ റിലീസുമായി ബന്ധപ്പെട്ട് നടത്തിയ ട്രെയിലർ ലോഞ്ചിലും തുടർന്ന് നടന്ന പത്രസമ്മേളനത്തിലും ഇരുവരും ഒന്നിച്ച് വേദി പങ്കിട്ടിരുന്നു. ഇത് ഒരു പുതിയ തുടക്കമാകുമോ എന്നാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. സിബി മലയിലും മോഹൻലാലും വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. ദശരഥത്തിന് രണ്ടാം ഭാഗം ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. കല്ലൂരിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും തുടർന്ന് സംസാരിച്ച മോഹൻലാലും ചില പോസിറ്റീവ് സൂചനകൾ നൽകിയിരുന്നു. ദേവദൂതന് ആശംസയറിച്ച് സംസാരിച്ച ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന്റെ പ്രിയപ്പെട്ട സിബി മലയിൽ ചിത്രങ്ങളായി എടുത്തു പറഞ്ഞത് സതയവും ദശരഥവുമാണെന്നും ശ്രദ്ധേയമായി. ചടങ്ങിൽ അവസാനം സംസാരിച്ച മോഹൻലാൽ ആന്റണിയുടെ പ്രസംഗത്തിലെ ഭാഗങ്ങൾ എടുത്തു പറഞ്ഞ് സതയത്തെയും ദശരഥത്തെയും കുറിച്ച് പ്രത്യേകം പരാമർശിച്ച് സംസാരിച്ചിരുന്നു. മോഹൻലാൽ സിബി മലയിൽ ലോഹിദാസ് ഹിറ്റ് കൂട്ടുകെട്ടിൽ പിറവിയെടുത്ത ഇമോഷണൽ ഡ്രാമയായിരുന്നു ദശരഥം. 3.5 പതിറ്റാണ്ടിന് മുമ്പ് കൃത്രിമ ബീജസങ്കലനം കേന്ദ്ര പ്രമേയമാക്കി നിർമ്മിച്ച ധീരമായ സിനിമ. സിബി മലയിന്റെ ക്രാഫ്റ്റും ലോഹിദാസിന്റെ ശക്തമായ തിരക്കഥയും ജോൺസണിന്റെ പാട്ടുകളും പശ്ചാത്തല സംഗീതവും സ്ക്രീനിൽ മത്സരിച്ചഭിനയിച്ച മോഹൻലാലും രേഖയും മുരളിയും സുകുമാരിയും ചിത്രത്തെ മികവുറ്റതാക്കി. ഒട്ടേറെ വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോകുന്ന ഒട്ടേറെ അടരുകളുള്ള രാജീവ് എന്ന കഥാപാത്രം മോഹൻലാലിന്റെ കരിയറിലെ മികച്ച വേഷങ്ങളിൽ ഒന്നാണ്. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും ഹൃദ്യമായ ആർദ്രമായ ക്ലൈമാക്സ് സീനുകളിൽ ഒന്നാണ് ദശരഥത്തിലേത്. ആനിമോനെ സ്നേഹിക്കുന്നത് പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ എന്ന രംഗത്തിലെ മോഹൻലാലിന്റെ പറച്ചിലും ശബ്ദവിന്യാസവും അതിനോടുള്ള സുകുമാരിയുടെ കണ്ണുകൾ കൊണ്ടുള്ള പ്രതികരണവും അവർ പരസ്പരം സംസാരിക്കുന്ന ഹൃദയത്തിന്റെ ഭാഷയുമൊക്കെ ആർക്കാണ് മറക്കാൻ കഴിയുക. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ എന്ന എവർഗ്രീൻ ഗാനത്തിനും ആരാധകർ ഏറെയുണ്ട്. ദേവദൂതൻ റീമാസ്റ്റർ ചെയ്ത് റീ എഡിറ്റ് ചെയ്ത പുതിയ പതിപ്പ് ജൂലൈ 26-ന് വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുമ്പോൾ മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ സമ്മാനിച്ച സിബി മലയിലുമായി അദ്ദേഹം വീണ്ടും കൈകോർക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. മോഹൻലാലിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല സിനിമകൾ സംഭവിക്കുന്നതാണല്ലോ. ഇരുവരും അവസാനമായി ഒന്നിച്ച ചിത്രം 2007 റിലീസ് ചെയ്ത ഫ്ലാഷ് ആണ്. ഇങ്ങനെ ചില ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഗംഭീരമായി നടക്കുന്നുണ്ട്. മോഹൻലാലും സിബി മലയിലും ഒന്നിക്കണമെന്ന് പറയുന്ന ഒരുപക്ഷം പ്രേക്ഷകരും ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ഒത്തുകൂടിയിട്ടുമുണ്ട്.